നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. PV അൻവർ MLA പൂട്ടാനുള്ള കുരുക്ക് സർക്കാർ മുറുക്കി തുടങ്ങി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, കേരളത്തിലെ മുതിർന്ന ADGPക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ച PV അൻവറിനെ പൂട്ടാനുള്ള നടപടികൾ പോലീസ് തലത്തിൽ തന്നെ ആരംഭിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കേരള പോലീസിലെ ക്രൈംബ്രാഞ്ചിന്റെ പക്കലുള്ള ഏറ്റവും രഹസ്യാത്മകമായൊരു റിപ്പോർട്ട് PV അൻവർ MLA നേരത്തെ പുറത്തുവിട്ടിരുന്നു. തിരുവനന്തപുരത്തെ സന്ദീപാനന്ദ ഗിരിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി ശുപാർശ റിപ്പോർട്ടാണ് PV അൻവർ വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ടത്. പിന്നീട് തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ അത് പങ്കുവയ്ക്കുകയും ചെയ്തു. പോലീസിലെ ഏറ്റവും സീക്രട്ട് റിപ്പോർട്ട് എങ്ങനെയാണ് PV അൻവറിൻ്റെ കയ്യിലെത്തിയത്? പേട്ടയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ ഓഫീസിലേക്ക് പോലീസ് ഉപയോഗിക്കുന്ന പ്രത്യേക സോഫ്റ്റ്വെയർ വഴി കൈമാറിയ റിപ്പോർട്ട് അൻവറിൻ്റെ കയ്യിൽ വരണമെങ്കിൽ പോലീസ് സേനയിലെ തന്നെ ഉന്നതർ അത് ചോർത്തി നൽകിയതായിരിക്കണം. അത്തരത്തിൽ ചോർത്തി നൽകാൻ തക്ക ബന്ധം കേരളത്തിലെ പോലീസ് സേനയിൽ PV അൻവറിന് ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് മേധാവിയുടെ അടക്കം കണക്കുകൂട്ടൽ. അത്രത്തോളം ഗൗരവം ഈ വിഷയത്തിലുള്ളത് കൊണ്ടാണ് ഇന്റലിജൻസിനോട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ഇപ്പോൾ DGP ആവശ്യപ്പെട്ടിരിക്കുന്നത്. എത്രയും വേഗം ഇക്കാര്യത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് DGPയുടെ നിർദ്ദേശം. PV അൻവറുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന 2 SP-മാരെയും ഒരു DYSP-യും കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും അന്വേഷണം നടക്കുന്നത് എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. ഇവരെ 3 പേരെയും കർശനമായി നിരീക്ഷിക്കണമെന്നുള്ള നിർദ്ദേശവും ഇന്റലിജൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനകം ഉണ്ടായിട്ടുണ്ട്. പോലീസിലെ ഉന്നതർ തന്നെയാണ് പല ഘട്ടങ്ങളിലും നിർണായക വിവരങ്ങൾ PV അൻവറിന് നൽകുന്നതും അവരുടെ ഉപദേശത്തിനനുസരിച്ചാണ് PV അൻവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ DGPയുടെ പക്കലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ കർശനമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ നിർദ്ദേശമുണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ PV അൻവറിനെ CPM കൈവിട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആരോപണത്തിൻ്റെ കുന്തമുനിൽ നിർത്തുകയായിരുന്നു PV അൻവർ ചെയ്തത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കണ്ണൂരിലെ CPM-ലെ അധികായനുമായ P ശശിക്കെതിരെ അതിഗുരുതരമായ ആരോപണമാണ് PV അൻവർ തുടക്കം മുതൽ ഉന്നയിച്ചത്. അതുകൂടാതെ അതിനുശേഷം ADGP MR അജിത് കുമാറിനെതിരെ, SP സുജിത് ദാസിനെതിരെയൊക്കെ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്നാൽ പിന്നീട് ഒരു ഘട്ടത്തിൽ MR അജിത് കുമാറിൻ്റെ RSS ബാന്ധവമാണ് ഏറ്റവും കൂടുതൽ ആരോപണമായി PV അൻവർ ഉന്നയിച്ചത്. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്നൊക്കെ PV അൻവർ പിന്നോട്ട് പോവുകയും ചെയ്തു. താൻ ഇനി രാഷ്ട്രീയ ആരോപണത്തിന് ഇല്ല എന്ന് PV അൻവർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം ഈ PV അൻവറിന് തുടക്കത്തിൽ കിട്ടിയിരുന്ന പിന്തുണ പിന്നീട് ഓരോ ദിവസവും ഇത്തരം വാർത്താ സമ്മേളനങ്ങൾ വിളിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടതുമുന്നണി കൺവീനർ തന്നെ ഒരു ഘട്ടത്തിൽ PV അൻവറിനെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായി. എല്ലാ ദിവസവും ഇങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ച് ഓരോന്ന് പറഞ്ഞിരുന്നാൽ ആരെങ്കിലും പിന്തുണയ്ക്കുമോ എന്നായിരുന്നു TP രാമകൃഷ്ണന്റെ ചോദ്യം. അപ്പോൾ PV അൻവർ ആരുടെയൊക്കെയോ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ്. PV അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇങ്ങനെ അഴിമതിയുടെ നിഴലിൽ നിർത്തിയത് ആർക്കൊക്കെയോ വേണ്ടിയാണ്. അതിന് പിന്നിൽ CPM-ൽ തന്നെ ഒരു വിഭാഗമാണോ, അതോ മുഖ്യമന്ത്രിയെ അപ്രസക്തനാക്കണമെന്ന് താല്പര്യമുള്ള ഏതെങ്കിലും വിഭാഗമാണോ എന്ന സംശയങ്ങളൊക്കെ തന്നെ തുടക്കം മുതൽ CPM-ലെ ഔദ്യോഗിക വിഭാഗത്തിനുണ്ടായിരുന്നു. അതുമാത്രവുമല്ല, പിന്നീട് PV അൻവറിൻ്റെ ആരോപണങ്ങൾക്ക് മതത്തിൻ്റെ നിറമടക്കം ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഘട്ടത്തിലാണ് PV അൻവറിനെ ഇനി കൂടുതലൊന്നും പിന്തുണയ്ക്കേണ്ട എന്നും PV അൻവറിനെതിരെ കൃത്യമായ അന്വേഷണം നടക്കട്ടെ എന്നും സർക്കാർ തീരുമാനിച്ചത്. അതിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. PV അൻവർ ക്രൈംബ്രാഞ്ച് രേഖകൾ ചോർത്തിയതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസിനോട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ DGP ഉത്തരവിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. ക്രൈംബ്രാഞ്ചിലെ രഹസ്യരേഖ പുറത്തുവിട്ട് പോലീസിനെ വെല്ലുവിളിച്ചിട്ടും PV അൻവറിനെതിരെ പോലീസ് ഇതുവരെയും അന്വേഷണം ആരംഭിച്ചിട്ടില്ല. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി റിപ്പോർട്ടാണ് അൻവർ ഫേസ്ബുക്കിലിട്ടത്. നേരത്തെ താൻ പലരുടെയും ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്ന് അൻവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതിലും സർക്കാർ ഒരു നടപടിയും PV അൻവറിനെതിരെ സ്വീകരിച്ചിരുന്നില്ല. അതിന് പിന്നാലെയാണ് പോലീസ് ആസ്ഥാനത്തെ അതീവ രഹസ്യരേഖയുടെ പകർപ്പ് അൻവർ പുറത്തുവിടുന്നത്.
ഇത് പോലീസിൽ നിന്ന് ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ചോർത്തി നൽകാതെ PV അൻവറിന് ലഭിക്കില്ല എന്ന കാര്യം സർക്കാരിന് തന്നെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ DGPയോട് ആശയവിനിമയം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള അന്വേഷണം നടത്താൻ ഇന്റലിജൻസിനോട് DGP കഴിഞ്ഞ മണിക്കൂറുകളിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്.